സാർ ഇത് സാർ ഞങ്ങൾ സിം മേടിച്ചത് 2 മാസം ഇന്റർനെറ്റ് ഫ്രീ ആണ്. അതുകൂടാതെ സാർ ഏത് റൂറൽ ഏരിയയിൽ പോലും 5G നെറ്റ്വർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. സാർ വെറും 190 ഉള്ളൂ സാർ. പ്ലീസ് സാർ. ഓ അങ്ങനെയാണല്ലേ സാർ. യെസ് സാർ. നിങ്ങളുടെ സിം വാങ്ങിയാലേ ഞാൻ ഓർഡർ ആകുമോ അല്ലെങ്കിൽ അടിമയാകുമോ? സാർ തീർച്ചയായും സാർ ഇതിന്റെ ഓണർ ആവാം. പറയാൻ കാരണം നമ്മുടെ പ്രൊഡക്റ്റ് സാർ എടുക്കുന്നത് ആ പൈസ നമ്മൾ പറയുന്നത് 190 എന്ന പൈസ തന്നിട്ടാണ്. ഓ ഞാൻ ഓർഡർ ആണല്ലേ? യെസ് സാർ. അപ്പോ എനിക്കെന്താ ബുദ്ധിമുട്ട് വന്ന് റീചാർജ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഏതായാലും സ്വാഭാവികമായിട്ട് അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ എന്റെ ഫോണിലൊക്കെ ആർക്ക് എന്നെ വിളിക്കണമെന്ന് വിചാരിച്ചാല് അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ അടിമയല്ലേ? സാർ അത് നമ്മളെ ഇന്ത്യയിലെ നിയമപ്രകാരം ഉള്ള ഒരു റൂളാണ്. അത് സ്വാഭാവികമായിട്ട് എല്ലാ സിമ്മും അങ്ങനെ തന്നെ ആണല്ലോ. അതിന് അടിമ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളങ്ങനെ നമ്മളെ കസ്റ്റമർ എന്നാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നമ്മൾ അടിമകളല്ല. വാങ്ങുന്ന കസ്റ്റമർ പ്രിയപ്പെട്ടവരാണ്. ഫോണിൽ ബാലൻസ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇൻകമിംഗ് കോൾ വരെ കട്ടാക്കുന്നുണ്ട്. അതൊരു ചെറ്റത്തരാണ്. പാവപ്പെട്ടവർ നിവൃത്തികേട്. സാർ എന്താ ചെറ്റത്തരം എന്നൊക്കെ പറയുന്നത്? സാർ ഞങ്ങൾ തരുന്ന പൈസക്കുള്ള നല്ല സർവീസ് തന്നെയാണ് ഞങ്ങൾ തരുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് 20 ഉറുപ്പിക മുതൽ ചെറിയ ചെറിയ റീചാർജുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ദിവസത്തെ പണിക്കൂലിയില്ല പൈതെങ്കിലും വേണ്ട റീചാർജ് ചെയ്യാൻ. അഥവാ സിം കുറെ വിളിച്ചില്ലെങ്കിൽ സിം കട്ടാക്കി നിങ്ങൾ നമ്പർ വേറെ ആക്കി കൊടുക്കും. ഇതല്ലേ പിന്നെ ഞങ്ങൾ അടിമത്തന്നല്ലാതെ പിന്നെ ഞങ്ങൾ എന്താ പറയാ? സാർ സാറിന്റെ വിഷമവും പരാതിയും ഒക്കെ മനസ്സിലാക്കുന്നു, ഒക്കെ ഉൾക്കൊള്ളുന്നു. സാർ ഇപ്പൊ എനിക്ക് ഒന്ന് എടുത്തു പറയാനുള്ളത്, സാർ ഞങ്ങളുടെ ഈ സിം എടുത്താൽ 2 മാസത്തെ ഇന്റർനെറ്റ് ഫ്രീ ആണ്. അത് മാത്രമല്ല 5G നെറ്റ്വർക്ക് പ്ലാൻ എല്ലായിടത്തും നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. സാർ പ്ലീസ് സാർ ഒരു 190 രൂപയിൽ സാർക്ക് എടുക്കാം. സാർ ഇപ്പൊ എടുത്തോളൂ. ഒരു കാര്യം ചെയ്യേ, വീട്ടിലെ സാധനം വാങ്ങാനുള്ള പൈസയാണ്, ഒന്ന് എടുത്തോ.